ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് PSC ആവർത്തിച്ച കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. PSC മുൻ വർഷങ്ങളിലായി ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അടുത്ത എക്സാം എഴുതാൻ പോകുമ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്കിനി പ്രതീക്ഷിക്കാം. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട. ചോദ്യം ഇതാണ്: താഴെ പറയുന്നവരിൽ കീഴരൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി? ഉത്തരം KB മേനോൻ. താഴെ പറയുന്നവയിൽ കീഴരൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയാണ് KB മേനോൻ. അടുത്തത്: താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? ഉത്തരം ഹീലിയമാണ്. ഹരിതഗൃഹവാതകം അല്ലാത്തത് ഹീലിയം. അപ്പോൾ മറ്റുള്ളവ ഹരിതഗൃഹവാതകങ്ങളാണ്. ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, ക്ലോറോഫ്ലൂറോ കാർബൺ. അടുത്ത ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല? ഉത്തരം ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി. അടുത്തത്: ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. അടുത്ത ചോദ്യം നോക്കൂ. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ജാർഖണ്ഡ്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉത്തരം ഇതാണ്: ഉത്തരമഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതലം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം? ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം? ഉത്തരം ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് ഭൂവൽക്കം. ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം? ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം? ഉത്തരം തിരുവനന്തപുരം. ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരമാണ് തിരുവനന്തപുരം. അടുത്ത ചോദ്യം: കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ്? കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ്? ഉത്തരം ഇതാണ്: വെല്ലിംഗ്ടൺ ഐലൻഡ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. അടുത്ത ചോദ്യം നോക്കാം. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം? മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം? ഉത്തരം രാമേശ്വരം. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലമാണ് രാമേശ്വരം. അടുത്ത ചോദ്യം: മാരക വൈറസ് രോഗമായ നിപ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏത്? മാരക വൈറസ് രോഗമായ നിപ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏത്? ഉത്തരം മലേഷ്യയാണ്. നിപ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യമാണ് മലേഷ്യ. അടുത്ത ചോദ്യം: 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം? ഉത്തരം സുസ്ഥിര വികസനം.
12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? സുസ്ഥിര വികസനം. അവസാന ചോദ്യം ഇതാണ്. ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ലോക തണ്ണീർത്തട ദിനം? ഉത്തരം ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2-നാണ്. ഇനി നിങ്ങൾക്കായൊരു ചോദ്യമാണ് നൽകുന്നത്. ചോദ്യം ഇതാണ്. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക്. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക്. ഓപ്ഷൻസ് നോക്കാം. SBI, നബാർഡ്, ഫെഡറൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്. ഇതിൽ ശരിയായ ഉത്തരം എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.